എന്താടാ, നിനക്കിപ്പോഴും ഞങ്ങളെ സംശയമാണോ? ഏയ്, അങ്ങനൊന്നും ഇല്ലമ്മേ. എടാ, ഞങ്ങൾ പറഞ്ഞതെല്ലാം നീ മനസ്സിരുത്തി ചിന്തിക്കണം. ഞങ്ങൾ വെറുതെ അല്ല ഓരോന്ന് പറയുന്നത്. ഈ കുടുംബത്തിലുള്ളവരെല്ലാം നമ്മളെ തരംതിരിവോടെയാണ് മോനെ കാണുന്നത്. നമ്മളേതോ വിലയില്ലാത്ത അന്യ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാ ഇവിടെ ഓരോരുത്തരുടെയും പെരുമാറ്റം. അതിന്റെ ആവശ്യം എന്താ ഇവിടെ? എന്തിനാ നമ്മളെ വില കുറച്ച് കാണുന്നത്? നമുക്കും നമ്മുടേതായ വിലയും നിലയും അന്തസ്സൊക്കെ ഇല്ലേ? അത് നമ്മൾ കളഞ്ഞു കുളിക്കേണ്ട കാര്യമുണ്ടോ? അതൊരിക്കലും പാടില്ല. നമുക്ക് കിട്ടേണ്ട വില നമുക്ക് കിട്ടിയിരിക്കണം. അതിനു വേണ്ടിയാ ഞാനും നിന്റെ അച്ഛനും ഇവിടെ പോരാടുന്നത്. അമ്മ പറഞ്ഞത് വാസ്തവമാണ്. കുറെ നാളായി നമുക്കെതിരെയുള്ള അവഗണനകൾ കണ്ടിട്ടും കണ്ടില്ലെന്ന മട്ടിൽ ഞാനിവളും നടിക്കുക. ഇനി അതിന് സാധിക്കില്ല. നമ്മുടെ ആരും മുമ്പിലും തലകുണിച്ച് നിൽക്കാനോ ആജ്ഞാനവർത്തിയാകാനോ പോകുന്നില്ല. അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുന്നവരെ കൊണ്ട് നമ്മൾ അംഗീകരിപ്പിച്ചിരിക്കും. അച്ഛനും അമ്മയും പറയുന്നതൊക്കെ എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. നിന്റെ കണ്ണ് തുറന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം മോനെ. നിങ്ങളെ സംശയിച്ചതിൽ എനിക്ക് വലിയ കുറ്റബോധമുണ്ട്. നിങ്ങൾ രണ്ടുപേരോടും ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അല്ല, നീ ഞങ്ങളെ സംശയിച്ചതിൽ എനിക്കും മായ്ക്കും വലിയ വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി അല്ലേ മായേ? അതെ അതെ, ആ സങ്കടമൊക്കെ മാറി. ഇനി നീ ഞങ്ങളുടെ ഉദ്ദേശമൊക്കെ തിരിച്ചറിഞ്ഞ് ഞങ്ങളോടൊപ്പം നിന്നാ മാത്രം മതി. ഇനി മുതൽ ഞാൻ എപ്പോഴും എന്തിനും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇതുവരെ കണ്ടിരുന്ന അഭിഷേകിനെയല്ല ഇനി അങ്ങോട്ട് അച്ഛനും അമ്മയും കാണാൻ പോകുന്നത്. അച്ഛനും അമ്മയും മാത്രമല്ല, ഇവിടെ നമ്മളെ അവഗണിക്കുന്നവരെല്ലാം അഭിഷേകിന്റെ മറ്റൊരു മുഖം കാണും. മോനെ, എനിക്ക് സന്തോഷമായി.